ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC കുറച്ച് വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് സയൻസ് ചോദ്യങ്ങളുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 6ാം ഘട്ടം 10th പ്രിലിംസ് പരീക്ഷ എഴുതുന്നവർ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട സയൻസ് ചോദ്യങ്ങളാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോസിനോട് കുറച്ചൊന്ന് സ്നേഹം കാണിക്കുക. ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. ഈ നിയമം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഏതാണ് നിയമം? ബോയിൽ നിയമം. അപ്പൊ ബോയിൽ നിയമം പറയുന്നത് സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തം എന്ന് വെച്ചാൽ വോളിയമാണ്. വോളിയവും പ്രഷറും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ വാതക നിയമങ്ങൾ, ചാൾസ് നിയമം, ബോയിൽ നിയമം, അവഗാഡ്രോ നിയമം മുതലായ നിയമങ്ങളും അതിന്റെ ഉദാഹരണങ്ങളും PSC ഇപ്പോൾ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതൊന്ന് നോക്കി വെക്കുക. SCERT ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, എൻഡോസൾഫാന്റെ പ്രധാന ഘടകം ഏതാണ്? എൻഡോസൾഫാന്റെ പ്രധാന ഘടകം ഓർഗാനോ ക്ലോറൈഡ് ആണ്. ഓർഗാനോ ക്ലോറൈഡ്. വിഡികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന അയിര് ഏത്? വിഡികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പൈറൈറ്റ്സ് ആണ്. അയൺ പൈറൈറ്റീസ് ആണ് വിഡികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന അയിര്. പാറ്റാ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? പാറ്റാ ഗുളികയായിട്ട് ഉപയോഗിക്കുന്നത് നാഫ്തലിൻ ആണ്. നാഫ്തലിന് ഒരു സ്വഭാവം ഉണ്ട്. എന്താണത്? ഉത്പതനം അഥവാ സബ്ലിമേഷൻ. ഖരാവസ്ഥയിൽ നിന്നും നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറാനുള്ള ഒരു കഴിവ് നാഫ്തലിനുണ്ട്. നാഫ്തലിൻ, അതുപോലെ കർപ്പൂരം, അയഡിൻ മുതലായ വസ്തുക്കൾക്ക് ഈ ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ പേരാണ് ഉത്പതനം അഥവാ സബ്ലിമേഷൻ. ഏത് വാതകങ്ങളാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമായിട്ടുള്ളത്? കാർബൺ ഡൈ ഓക്സൈഡും മീഥെയിനുമാണ് ഉദാഹരണങ്ങൾ. ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. പിന്നെ ക്ലോറോ ഫ്ലൂറോ കാർബൺ ഉണ്ട്. മെയിൻ ആയിട്ടും കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ മുതലായവയാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമായിട്ടുള്ളത്. അബ്സല്യൂട്ട് സീറോ എന്ന പദം താഴെ കൊടുക്കുന്നവയിൽ ഏത് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അബ്സല്യൂട്ട് സീറോ താപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. താപം. ഉറച്ച പ്രതലത്തിൽ തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് എന്ത്? സൊണോറിറ്റി. അപ്പൊ ഉറച്ച പ്രതലത്തിൽ നമ്മൾ തട്ടുമ്പോഴത്തേക്കും പ്രത്യേകതരം ശബ്ദം ലോഹങ്ങൾക്ക് പുറപ്പെടുവിക്കാൻ വേണ്ടി കഴിയും. ആ ഒരു പ്രത്യേകതയ്ക്ക് പറയുന്ന പേരാണ് സൊണോറിറ്റി. എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് 0 കെൽവിൻ എന്ന് പറയുന്നത്? -273 ഡിഗ്രി സെൽഷ്യസ് ആണ് 0 കെൽവിൻ. -273 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത്? 0 കെൽവിൻ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിലെ മൊത്തം ദ്രവ്യത്തിന്റെ 1/4 അടങ്ങിയിരിക്കുന്ന മൂലകം ഏത്? ഹൈഡ്രജൻ ആണ്. അപ്പോൾ പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം ഏതാണ് എന്ന് ചോദിച്ചാലും മൂലകം ഏതാണ് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ഹൈഡ്രജൻ ആണ്. ഹെൻറി എന്നത് ഏത് ഇലക്ട്രോണിക് ധർമ്മത്തിന്റെ യൂണിറ്റ് ആണ്? ഹെൻറി എന്നത് ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. ഇൻഡക്റ്റൻസ്. തറയിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? 0 ആയിരിക്കും. തറയിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം എന്ന് വെച്ചാൽ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ mgh ആണ്. ആ H എന്ന് പറയുന്ന ഹൈറ്റ് ആണ്. പൊട്ടൻഷ്യൽ എനർജി അഥവാ സ്ഥിതികോർജം ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് സ്ഥിതികോർജവും കൂടും. അപ്പൊ തറയിലിരിക്കുമ്പോൾ സ്ഥിതികോർജം അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ സ്ഥിതികോർജവും എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരു പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുവാൻ ഏത് കോണളവിൽ വിക്ഷേപിക്കണം? പ്രൊജക്ടൈല് 45 ഡിഗ്രിയിൽ എറിയുമ്പോഴാണ് പരമാവധി റേഞ്ചിലേക്ക് എത്തുന്നത്. 45 ഡിഗ്രി. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞന്റെ പേരാണ് റോമർ. റോമർ എന്ന ശാസ്ത്രജ്ഞനാണ് പ്രകാശത്തിന്റെ വേഗത ആദ്യമായിട്ട് അളന്നത്. കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ് ഏത്? കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ് ആണ് ഹാൻഡ്. ഹാൻഡ് ആണ് കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതിഭാസം മൂലമാണ്?
അനുനാദം. അനുനാദം എന്ന പ്രതിഭാസമാണ് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളാൻ കാരണമാകുന്നത്. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഇതിൽ ഓപ്ഷനിൽ തന്നിരുന്നത് ഫ്യൂസ്, MCB, ELCB, 3 പിൻ പ്ലഗ്. ബാക്കിയൊക്കെ എന്താണ്? കറണ്ട് കട്ട് ചെയ്യാനുള്ളത്, അതായത് ഷോർട്ട് സർക്യൂട്ട് ഒക്കെ വരുമ്പോഴത്തേക്കും കട്ടായി പോകുന്നതാണ്. ഫ്യൂസ്, MCB, ELCB മുതലായവ 3 പിൻ പ്ലഗ് ആണ് അവയിൽ കൂട്ടത്തിൽ പെടാത്തതായിട്ട് ഉള്ളത്. ഒരു ചാലകത്തിലോ ചുരുളിലോ ബാക്ക് EMF പ്രേരിതമാകുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താ? സെൽഫ് ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷൻ ആണ് ഒരു ചാലകത്തിലോ ചുരുളിലോ ബാക്ക് EMF പ്രേരിതമാകുന്ന പ്രതിഭാസം, സെൽഫ് ഇൻഡക്ഷൻ. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ഇപ്പോൾ ഡിസ്പേർഷൻ ആണ് പ്രകീർണനം. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാണ്? ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് കൺവേർട്ട് ആകുന്നു. യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് കൺവേർട്ട് ആകുന്നു. മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടും? അപ്പൊ മഞ്ഞ കളർ എന്ന് പറയുന്നത് പച്ചയും ചുവപ്പും കൂടി ചേരുമ്പോഴാണ് മഞ്ഞ നിറം ലഭിക്കുന്നത്. അപ്പൊ ചുവപ്പ് പ്രകാശം മഞ്ഞയിലെ ചുവപ്പിനെയാണ് കടത്തിവിടുന്നത്. അപ്പൊ മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടും? ചുവന്ന നിറത്തിലാണ് കാണപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ റെക്ടിഫയർ ആയി ഉപയോഗിക്കുന്നത് ഏതാണ്? ഓപ്ഷൻസ്: ട്രാൻസിസ്റ്റർ, റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഡയോഡ്. ഏതാണ്? ഡയോഡാണ് റെക്ടിഫയർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഡയോഡ്. കാർഷിക മേഖലയിലെ നീലവിപ്ലവം ഏത് ഉൽപ്പന്നത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ്? നീലവിപ്ലവം മത്സ്യമാണ്. മത്സ്യത്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് നീലവിപ്ലവം. ഏത് ഹോർമോണാണ് ജീവികൾക്ക് ബാഹ്യമായ ചുറ്റുപാടിൽ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നത്? ഫിറോമോൺ ആണ്. ഫിറോമോൺ എന്ന ഹോർമോണാണ് ജീവികൾക്ക് ബാഹ്യമായ ചുറ്റുപാടിൽ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നത്. ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് ഹരിത സസ്യങ്ങളാണ്. അപ്പോൾ ഉൽപാദകർ ഹരിത സസ്യങ്ങളാണെന്ന് ഓർക്കുക. മനുഷ്യനിൽ എയ്ഡ്സ് രോഗത്തിന് കാരണമായ രോഗാണുവാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്. HIV വൈറസ്, ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ആണ് മനുഷ്യനിൽ എയ്ഡ്സ് രോഗത്തിന് കാരണമായ രോഗാണു. ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകമാണ് ചുവന്ന രക്താണുക്കൾ. ചുവന്ന രക്താണുക്കളാണ് ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ പെഡോളജി. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞൻ പെഡോളജിസ്റ്റ്. സ്പീഷീസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആര്? ജോൺ റേ. ജോൺ റേ ആണ് സ്പീഷീസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത്? ബാക്ടീരിയയാണ് എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി. ഏത് രോഗത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി? ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി എന്നത് ഭ്രാന്തി പശു രോഗത്തിന്റെ ശാസ്ത്രീയ നാമമാണ്. ഭ്രാന്തി പശു രോഗം. ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യം ഏത്? യൂക്കാലിപ്റ്റസ്. യൂക്കാലിപ്റ്റസ് ആണ് ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യം. MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏതാണ്? സബർമതി സൊണോറ. സബർമതി സൊണോറയാണ് MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം. ഒരു സങ്കരവർഗ പശു സുനന്ദിനി. സുനന്ദിനി ഒരു സങ്കരവർഗ പശുവാണ്. വൈറ്റമിൻ C എന്നറിയപ്പെടുന്നത് ഏത്? അസ്കോർബിക് ആസിഡ് ആണ് വൈറ്റമിൻ C എന്നറിയപ്പെടുന്നത്. അപ്പൊ വൈറ്റമിൻസിന്റെ ഒക്കെ ശാസ്ത്രീയ നാമങ്ങൾ പഠിച്ചു വെക്കുക. പിസികൾച്ചർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പിസികൾച്ചർ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മത്സ്യകൃഷി. ഒരു പ്രായപൂർത്തിയായ മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് എത്ര?
5 ലിറ്റർ ആണ്. 5 ലിറ്റർ ആണ് ഒരു പ്രായപൂർത്തിയായ മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിന്റെ അളവ്. മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം യൂറോക്രോം എന്ന വർണ്ണകമാണ്. യൂറോക്രോം. ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ ഇച്ഛാനുസരണം മാറ്റം വരുത്തുവാൻ ഉള്ള സാങ്കേതിക വിദ്യയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ ഇച്ഛാനുസരണം മാറ്റം വരുത്തുവാനുള്ള സാങ്കേതിക വിദ്യക്ക് പറയുന്ന പേരെന്താണ്? ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്നതാണ്. DNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ആണ് യുറാസിൽ, ATGC. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നിവയാണ് DNA-യിൽ കാണപ്പെടുന്നത്. യുറാസിൽ RNA-യിലാണ് കാണപ്പെടുന്നത്. എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും രക്തം സ്വീകരിക്കാവുന്ന രക്തഗ്രൂപ്പാണ് AB ഗ്രൂപ്പ്. സാർവിക സ്വീകർത്താവ്. പ്രകാശത്തിനനുസരിച്ച് സസ്യങ്ങളെ പ്രതികരണങ്ങൾക്ക് സജ്ജമാക്കുന്ന വർണ്ണക പ്രോട്ടീന്റെ പേരെന്താ? ഫൈറ്റോക്രോം. പ്രകാശത്തിനനുസരിച്ച് സസ്യങ്ങളെ പ്രതികരണങ്ങൾക്ക് സജ്ജമാക്കുന്ന വർണ്ണക പ്രോട്ടീനാണ് ഫൈറ്റോക്രോം. ആന്റിബയോട്ടിക്കായി ഉപയോഗിക്കുന്ന മരുന്ന് അല്ലെങ്കിൽ ആന്റിബയോട്ടിക്കിന് ഉദാഹരണമാണ് ഏത്? അമോക്സിലിൻ എന്ന് പറയുന്നത്. അമോക്സിലിൻ. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകാണ് ഈഡിസ് ഈജിപ്തി. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകാണ് ഈഡിസ് ഈജിപ്തി. പോളിയോ തുള്ളിമരുന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് സാബിൻ. ആൽബർട്ട് സാബിൻ ആണ് പോളിയോ തുള്ളിമരുന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് ഏതു വിധേനയാണ്? രക്തത്തിലൂടെയും ശരീരദ്രവങ്ങളിലൂടെയുമാണ് ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത്. ഉറക്കത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഹൈപ്പനോളജി. ഹൈപ്പനോളജി. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ ഏതാണ്? അഡ്രിനാലിൻ. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന അർത്ഥം വരുന്ന മൂലകമാണ് ഹൈഡ്രജൻ. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം. എന്നാൽ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന അർത്ഥം വരുന്ന മൂലകം ഏതാ? അത് ഓക്സിജൻ ആണ്. ഓക്സിജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സയൻസ് ചോദ്യങ്ങൾ. ബാക്കി ഇനി പുറകെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിരിക്കുക. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.